നമസ്കാരം. 2024 വർഷത്തെ നാലാം സാമ്പത്തിക പാദത്തിലെ ഫലം പുറത്തുവിട്ടപ്പോൾ ബാങ്കുകൾക്ക് അറ്റ ലാഭത്തിൽ വമ്പൻ കുതിപ്പ്. ജനുവരി മുതൽ മാർച്ച് 31 വരെയുള്ള നാലാം സാമ്പത്തിക ത്രൈമാസത്തിൽ ആക്സിസ് ബാങ്ക്, ICICI, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, CSB, RBL ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയവയെല്ലാം ലാഭത്തിൽ ഒന്നൊന്നര കുതിപ്പാണ്. ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി കുറയുമ്പോൾ തന്നെ അറ്റപ്പലിശ വരുമാനം കൂടുകയും ചെയ്യുകയാണ്. തീർച്ചയായും അതൊരു ശുഭവാർത്ത തന്നെയാണ്. ആക്സിസ് ബാങ്കിന് ഒന്നും രണ്ടുമല്ല 7,129 കോടിയുടെ ലാഭമാണ് നാലാം സാമ്പത്തിക പാദത്തിൽ മാത്രം ഉണ്ടായത്. ആക്സിസ് ബാങ്കിന്റെ അറ്റപ്പലിശ വരുമാനത്തിൽ 11% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും നിലവിൽ ഇന്ത്യയിലെ നാലാമത്തെ ബാങ്ക് എന്ന സ്ഥാനം ആക്സിസ് ബാങ്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ പറയുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. ഏകദേശം 1,218 കോടി രൂപയാണ് നാലാം സാമ്പത്തിക പാദത്തിൽ നേട്ടമുണ്ടാക്കിയത്. ഈ ബാങ്ക് മുൻവർഷം സമാന കാലയളവിൽ വെറും 840 കോടിയായിരുന്നു ലാഭം. അതായത് ലാഭത്തിൽ 44.95% വളർച്ചയാണ് ലാഭത്തിൽ ഉണ്ടായത്. നിഷ്ക്രിയ ആസ്തി 2.47% നിന്നും 1.88% താഴ്ന്നു. അറ്റപ്പലിശ വരുമാനത്തിൽ 18.17% വളർച്ചയുണ്ടായി. അടുത്തതായി പറയുന്നത് കാത്തലിക് സിറിയൻ ബാങ്ക് ആണ്, അഥവാ CSB. അത് 181.45 കോടിയുടെ അറ്റാദായം നേടി. പ്രവർത്തന ലാഭത്തിൽ 13% വളർച്ച നേടി. അറ്റപ്പലിശ വരുമാനം 11% ഉയർത്തിയിട്ടുണ്ട്. അടുത്തത് യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്കിലും ലാഭത്തിൽ വൻ കുതിപ്പുണ്ടായിട്ടുണ്ട്. അറ്റാദായത്തിൽ 123% വർധനയുണ്ടായി. ഇക്കുറി 482 കോടിയായിരുന്നു ലാഭം. മുൻവർഷത്തിൽ സമാന കാലയളവിൽ വെറും 202 കോടി രൂപ മാത്രമായിരുന്നു ലാഭം. നിഷ്ക്രിയ ആസ്തി 2.2% നിന്നും 1.7% താഴ്ന്നതും യെസ് ബാങ്കിനെ ആകർഷകമാക്കുന്നു. അറ്റപ്പലിശ വരുമാനത്തിൽ 2% വളർച്ചയാണ് ഉണ്ടായത്. അടുത്തത് ICICI ബാങ്ക് ആണ്. ICICI ബാങ്ക് അറ്റാദായത്തിൽ 10,708 കോടി രൂപ നേടിയിട്ടുണ്ട്. 17.4% വളർച്ചയാണ് ഉണ്ടായത്. മുൻവർഷം സമാന കാലയളവിൽ 9,122 കോടിയായിരുന്നു ലാഭം. ഒരു ഓഹരിക്ക് 10 രൂപ വീതം ലാഭവിഹിതമായി പ്രഖ്യാപിച്ചു. അറ്റപ്പലിശ വരുമാനത്തിൽ 8.1% വളർച്ചയും ഉണ്ടായി. നിഷ്ക്രിയ ആസ്തി 2.81% നിന്നും 2.6% കുറഞ്ഞതും ആശ്വാസമായി.